സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഗെയിമർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. നമ്മൾ പാർട്ട് 14 ആണത്. അതായത് ബാക്കിയുള്ള 13 പാർട്ടും കാണുന്നത് ഇപ്പോൾ കാണുക. നമ്മുടെ ലാസ്റ്റ് പാർട്ടെന്ന് വെച്ചാൽ ട്രെയിനിങ് ഹാളായിരുന്നു. അത് നമ്മൾ ക്രിയേറ്റീവ് വേൾഡിനകത്താണ് ഉണ്ടാക്കിയത്. നമ്മൾ ഇന്ന് നമ്മളോട് ട്രെയിനിങ് ഹാളിനാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ചെയ്തപ്പോൾ എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ റെക്കോർഡ് ചെയ്തു, പക്ഷെ ഫയലിനകത്ത് നമ്മുടെ ലാപ്പിനകത്ത് സ്റ്റോറേജ് ഇല്ലാത്ത കാരണം ചെറുതായിട്ട് ഫയൽ മുഴുവൻ ക്രാഷ് ആയിപ്പോയി. അതായത് ഫുൾ റെക്കോർഡ് ആകാത്ത കാരണം ഫുൾ കറക്റ്റ് ആയിപ്പോയി ഫയല്. അപ്പം ഞാൻ കുറച്ച് സ്ഥലമൊക്കെ സ്പേസ് ഒക്കെ വിട്ടിട്ട് ഞാൻ ഇപ്പം വീണ്ടും റെക്കോർഡ് ചെയ്യുകയാണ്. ഇതിപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നുണ്ട്. വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ വിളിക്കുക. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ 182 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ലേശം കുറച്ചും കൂടെ ഈ ഒരു ഡിസംബറിനുള്ളിൽ 500 സബ്സ്ക്രൈബേഴ്സ് ആക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ സാധനം കാണിച്ചു തരാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അന്നത്തെ അതേ ഡിസൈനാണ്, ഒരു വ്യത്യാസവും ഇല്ല നമ്മുടെ ഡിസൈനൊന്നും. പക്ഷേ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ കൂട്ടി. അതുപോലെ നമ്മൾ ഇപ്രാവശ്യം ചെയ്തിരിക്കുന്ന ശരിയുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അതായത് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതി, ഇതാണ് ഐറ്റം. അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഇതാണ്. നമ്മൾ ആദ്യം ഒരു യു ഷേപ്പിൽ ഇവിടെ വയ്ക്കാതെ സാധനമുണ്ടല്ലോ. ഓക്കെ, ഞാൻ പൊടിച്ച് കാണിച്ചു തരാം. ഞാൻ ആദ്യം ഇവിടെ ഒരു യു ഷേപ്പിൽ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തു. ഈ ഒരു യു ഷേപ്പിൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു. അതുപോലത്തെ 5 എണ്ണം ഇവിടെയും, പിന്നെ അടുത്തത് അപ്പർ സൈഡിലായിട്ട് 5 എണ്ണം, പിന്നെ ബാക്ക് സൈഡിൽ ഒരു 3 എണ്ണം വീതം. അങ്ങനെയാണ് ഞാൻ വെച്ചത്. ഇവിടെ 5ഉം ഇവിടെ 5ഉം, അങ്ങനെ 3 എണ്ണമാണ് ഞാൻ വച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ 3 എണ്ണമാണ് ഞാൻ വെച്ചിരുന്നത്. എന്നിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഇതെന്താ കാറ്റോഗ്രഫി ടേബിള്, പിന്നെ ഗ്രൈൻഡ് സ്റ്റോണ്, പിന്നെ ബ്രൂയിങ് സ്റ്റാൻഡ്, സ്റ്റോൺ കട്ടർ, ബ്ലാസ്റ്റ് ഫർണസ്, ഇതെന്തോ സാധനം ഗിയർ അപ്ഗ്രേഡർ എന്തോ ആണത്, ലെക്റ്റാണ്. ഇത്രയും 7-8 സാധനങ്ങളാണ് ഞാൻ, കമ്പോസ്റ്റർ 8 എണ്ണമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണം വെച്ചാൽ 2 എണ്ണമാണ് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. പക്ഷെ കറക്റ്റ് ആകുമെന്ന് തോന്നിയില്ല, കാരണം നമുക്ക് അത്ര വില്ലേജസ് ഇല്ലായിരുന്നു. വില്ലേജ് ഉണ്ട്, പക്ഷെ ഞാൻ കൊണ്ടുവന്നപ്പോൾ 3 പേര് മരിച്ചു. ഇവിടെ ഒരുത്തന്നെ കൊണ്ടുവന്നായിരുന്നു, ഞാൻ മരിച്ചുപോയി. ഞാൻ എന്തായാലും ഒരുത്തന്നെ ഇവിടുന്ന് കൊണ്ടുവരാം. അപ്പൊ ഇത്ര നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അതായത് ഇത്ര ഉള്ളു കേസ്. അത് ഞാൻ വേണമെങ്കിൽ നമ്മുടെ സെയിം ക്രിയേറ്റീവ് വേൾഡ് ചെയ്ത് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. യു ഷേപ്പിൽ കട്ട് ചെയ്തു. എന്നിട്ട് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പിസ്റ്റൺ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അവിടെ റെഡ് സ്റ്റോണും വെച്ചു, ഫ്രണ്ടിൽ ഒരു ലിവറും വെച്ചു. അപ്പൊ ഫ്രണ്ടിൽ ലിവർ വെച്ച് കഴിയുമ്പം ഇതിന്റെ വർക്ക് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇത് പൊങ്ങും. അപ്പം ഇതിനകത്ത് ഉള്ള ആളുടെ ഇത് വെച്ചിങ്ങനെ പൊങ്ങി വരും. അപ്പം ഇവിടെ ഇപ്പൊ ഇങ്ങനെ ആള് നിൽക്കുകയും ചെയ്യും. എന്നിട്ട് ഇതിന്റെ ബാക്ക് സൈഡിൽ നമ്മുടെ ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഇങ്ങനെ ലോക്കും ചെയ്ത് വെച്ചു. ഇതല്ല, അപ്പുറത്തേക്കാണ് ലോക്ക് ചെയ്തത്. ഒന്ന് പൊട്ടിക്കട്ടെ. ഇത് ഇങ്ങനെ അങ്ങോട്ട് ലോക്കും ചെയ്ത് വെച്ചു. ഇതെന്തിനാന്ന് വെച്ചാൽ, എന്നിട്ട് ഇവിടെ ഇങ്ങനത്തെ ഇവിടെ ഒരു കോബിൾ സ്റ്റോൺ വെച്ച് ഇങ്ങനെ കവർ ചെയ്തു. ഇതെന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ശരി കൂടെ അപ്ഗ്രേഡബിൾ ആയിട്ടുള്ള സാധനമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു സോംബി കൊണ്ടുവരും. നമ്മളത് അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പം അതിന് കുറച്ചും കൂടെ സാധനങ്ങൾ വേണമായിരുന്നു. അതെന്റെ നമുക്കിപ്പോൾ തൽക്കാലത്തെ കിട്ടിയിട്ടില്ല. അപ്പം ഇവിടെ ഞാൻ ചെയ്യാൻ വിചാരിക്കുന്ന വെച്ചാൽ ഇവിടെ ഇത്രയും ഭാഗം നമ്മൾ ക്ലിയർ ചെയ്ത് ഇവിടെ ഇങ്ങനെ സോംബി വന്നിട്ട് ഇവിടെ ഇങ്ങനെ പോവും. അതിന് നമുക്ക് ആ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു പോഷൻ വേണം, പിന്നെ ഒരു മഷ്റൂം വേണം, ഗോൾഡൻ ആപ്പിൾ വേണം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അപ്പൊ അതൊന്നും നമ്മുടെ തൽക്കാലത്തേക്ക് ഇല്ലാത്ത കാരണം നമ്മൾ ഇവിടെ വെച്ച് അങ്ങനെ അവസാനിച്ചിരിക്കണം. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ എല്ലാവരും ജോബ് എടുത്തു കഴിഞ്ഞു. ഞാൻ ചെയ്തപ്പോ ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. നമ്മള് ഇതാക്കിയില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ അപ്ഗ്രേഡും ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ലൈറ്റും വെച്ചിട്ടുണ്ട്. ലൈറ്റ് എൻ്റെ ഉണ്ടോ? ഒരു ടോർച്ച് ഉണ്ട്. ലൈറ്റ് ഉണ്ടാക്കാമല്ലോ. ഓക്കെ, അപ്പം ഇങ്ങനെ ഞാൻ എല്ലായിടത്തും 13 എണ്ണത്തോളാണ് ഞാൻ വെച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ അത് മുഴുവൻ എനിക്ക് വെക്കാൻ പറ്റിയില്ല. കാരണം മുഴുവൻ വെക്കാൻ പറ്റില്ല വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് വെച്ച് ഇത്ര ഞാൻ ചെയ്തപ്പോഴാണ് റെക്കോർഡിങ് ആണോ അല്ലയോ നോക്കിയപ്പം സൈഡിൽ മെസ്സേജ് വന്നു, ലോ ഡിസ്ക് സ്പേസ് എന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. അത് കാരണമാണ് ഞാൻ അവിടെ ഇങ്ങനെ നിർത്തിയത്. ഇപ്പൊ ഞാൻ കുറെയൊക്കെ സ്റ്റോറേജ് കളഞ്ഞ അവസാനം ഞാൻ GTA 5 വരെ കാണേണ്ട അവസ്ഥയായി. അപ്പൊ ഞാൻ അങ്ങനെ ഇപ്പൊ തൽക്കാലം വെച്ചിരിക്കുകയാണ്. വേറെ ഒന്നും ചെയ്തില്ല. ഞാൻ ഇവിടെ ഇത്രേ ചെയ്തുള്ളൂ. ഞാൻ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ ഇപ്പം ഇവിടെ കാണിച്ചു തരാം.
ഇവിടെ ഇങ്ങനെ യു പോലത്തെ കുഴി എടുത്തു, ഇങ്ങനെ ഒരു കുഴി എടുത്തു. ഇവിടെ അപ്പം ഇങ്ങനത്തെ ഒരു കുഴി എടുത്തതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ 2 പേര് വയ്ക്കാൻ പറ്റും. ഇതുപോലെ 5 കുഴി അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമ്മളെ റെഡ് സ്റ്റോൺ ഉണ്ടല്ലോ, ഓക്കെ, റെഡ് സ്റ്റോൺ എടുക്കുക, ഇവിടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. രണ്ടിന്റെ അറ്റം, അതായത് നമ്മളെ ഫേസ്, നമ്മളെ ആൾ നിൽക്കുന്നതിന്റെ ആ ഫേസിന്റെ അങ്ങോട്ടേക്ക് റെഡ് സ്റ്റോൺ വെക്കുക. എന്നിട്ട് ഇതിന്റെ തൊട്ട് ബാക്കിൽ, റെഡ് സ്റ്റോൺ വെച്ചതിന്റെ തൊട്ട് ബാക്കിലായിട്ട് 2 കുഴി ഒഴിക്കുക, അല്ലെങ്കിൽ ഓരോരോ ഇത് വെച്ച് കുഴിക്കുക. പിസ്റ്റൺ എടുക്കണം. പിസ്റ്റൺ എൻ്റെ കയ്യിൽ, നമുക്ക് പിസ്റ്റൺ എടുത്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ അയൺ ഉണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ പ്ലാങ്ക് ഇല്ല, കൊൾസോണും ഇല്ല. അല്ല, കൊൾസോൺ ഉണ്ട്, പക്ഷെ പ്ലാങ്ക് ഇല്ല. എനിക്ക് നോക്കാം. പ്ലാങ്ക് എടുത്തോണ്ട് അതിന് മുമ്പ് ഒന്ന് ഉറങ്ങിയേക്കട്ടെ. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു ചെറിയ സെറ്റപ്പ് കേസ്, ഇത് വലിയ ഇതൊന്നുമില്ല, പക്ഷെ നമുക്ക് ഇതാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. അപ്പം ഞാൻ തന്നെ പ്ലാങ്ക് എടുക്കട്ടെ. വെയിറ്റ്, ഞാൻ പ്ലാങ്ക് എടുത്തോണ്ട് വരാം. ഇവിടെ എവിടെയെങ്കിലും കാണേണ്ടതാണ്. പ്ലാങ്ക് ഇല്ല, സ്റ്റിക്ക് കുറേ ഉണ്ട്, പ്ലാങ്ക് ഒന്നും ഇല്ല ഇതിനകത്ത്. അവിടെ നോക്കിയിട്ടും കാര്യമില്ല, അവിടെ പ്ലാങ്ക് ഒന്നും ഉണ്ടാക്കില്ല. ഇതൊക്കെ ബാമ്പു ഇല്ലേ, ബാമ്പു വെച്ച് ബാമ്പു വെച്ച് ബ്ലോക്ക് ഓഫ് ബാമ്പു ഉണ്ടാക്കാൻ പറ്റുമല്ലോ, അത് വെച്ച് പ്ലാങ്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. 8 അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും, നോക്കട്ടെ. പിസ്റ്റൺ, യെസ്, 2 ഉണ്ടാക്കിയാൽ നമുക്ക് 2 സാധനം ഉണ്ടാകും ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ബാക്കി ഞാൻ കാണിച്ചു തരാം. എടുക്കട്ടെ. ഓക്കെ, നമ്മുടെ പിസ്റ്റൺ എടുക്കുക. പിസ്റ്റൺ എടുത്തിട്ട് നേരെ ഈ കുഴിച്ച സ്ഥലത്തേക്ക് ഓരോ പിസ്റ്റൺ വീതം വെച്ചുകൊടുക്കുക. എന്നിട്ട് ഇതിനറ്റത്തെ ലിവർ 2 എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചുകൊടുക്കുക. എങ്ങനെയാണെങ്കിലും ഏതൊരു സൈസ് വേണം വെച്ചുകൊടുക്കുക. ഇങ്ങനെ വെച്ചുകൊടുക്കുക. അതാകുമ്പം ഇത് പിസ്റ്റൺ ഇങ്ങനെ പൊങ്ങും. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ബ്ലോക്ക് വെച്ചൊന്ന് പൊക്കി കൊടുക്കുക. കാരണം ഇവർ അപ്പുറത്തെ ആളുടെ കൂടെ ജോബ് എടുക്കാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അയ്യോ, സ്റ്റോൺ ഇല്ല, നമുക്ക് നോക്കാം. ഓക്കെ, അത് സ്റ്റോൺ ഇല്ല, നമുക്ക് സ്റ്റോൺ എടുത്തോണ്ട് വരാം. നമ്മുടെ സ്റ്റോണൊക്കെ കട്ടയ്ക്ക് ഇരിക്കേ. ഞാനിപ്പം ശരിക്കും പറഞ്ഞ് ഞാൻ ഇവിടെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് എൻ്റെ മിക്ക സാധനങ്ങളും ഇരിക്കുന്നത്. അപ്പം നമ്മളായിട്ട് ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇവിടെ തന്നെ ചെയ്തത്. കാരണം പലതും പല സ്ഥലത്തോടെ ഇതായി നമ്മൾ ഓടിയെത്താൻ ചാൻസ് കുറവാണ്, ഭയങ്കര സമയം എടുക്കും. അപ്പം ഇവിടെ ആകുമ്പോൾ നമുക്ക് നൈസായിട്ട് ഇപ്പം സ്റ്റോൺ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഇച്ചിരി എളുപ്പമാണ് ഇവിടെ ചെയ്യുമ്പം. ഓക്കെ, നമുക്ക് ഇനി ഇങ്ങോട്ട് പോയിട്ട് നമുക്കിതും കൂടെ ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ രണ്ടെണ്ണമായിട്ട് പൊക്കണം. ഓക്കെ, എന്നാലേ ശരിയാകത്തുള്ളൂ, അമ്മ ബ്ലോക്ക് എടുക്കാതിരിക്കുള്ളൂ. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബാക്ക് സൈഡിൽ കൂടെയാണ്. ഇത്ര ഉള്ളു, സംഭവം തീർന്നു. ഇവിടെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ഇപ്പം എൻ്റെ ഇത് 2 ഉള്ളൂ, നമുക്ക് ഇതിൻ്റെ ഇവിടെ വേണമെങ്കിൽ 2 വില്ലേജിനെ കയറ്റാം ഇങ്ങോട്ട്. ഇവിടെ ഷിഫ്റ്റ് ഗ്രാബ് ചെയ്തുകൊണ്ട് അത് ഈ റെക്സോൺ നോക്കി ഓരോന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ യൂസ് ചെയ്ത റെയിലാണ് ഇച്ചിരി കൂടെ എളുപ്പം. കാരണം നമുക്ക് റെയിലാണെങ്കിൽ എളുപ്പം നമ്മളെ കൊണ്ടുവരാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോട്ടെ, കുറച്ച് റെയിൽ നമുക്ക് ആവശ്യമുണ്ട്. എൻ്റെ റെയിൽ ഉണ്ടല്ലോ കുറച്ച്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊടുക്കാം. ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു, നോക്കട്ടെ. എന്തോരം ഇവിടെ പോകുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അയ്യോ, ഇതാണ് പ്രശ്നം. ഞാൻ ഇത്തിരി ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, കാരണമാണ്. എന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം തൊട്ട് ഈ ഒരു പ്രശ്നം വരാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. അത് കാരണമാണ് ഞാൻ 2ാമത് ഉണ്ടാക്കേണ്ട ഗതികേടായത്. നമുക്ക് എന്തായാലും അവിടെ നിന്ന് കൊണ്ടുവരേണ്ട കാരണം നമുക്ക് ഇപ്പുറത്തുനിന്ന് എടുക്കാം കുറച്ച്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഇതും പറിച്ചെടുത്താണ് അവിടെ വരെ എത്തിച്ചത്. നമുക്കൊരു 5 കൂടെ മതിയോ? 1, 2, ഇതും കൂടെ എടുക്കല്ലേ. ഓക്കെ, 6 ഉണ്ട്. ഇനി ഇവിടെ വന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കി, അയ്യോ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ കറക്കി വെക്കുന്നില്ല. അയ്യോ, ഇത് ഇങ്ങനെ വെക്കില്ലേ, ഇവിടെ അല്ല, ഇവിടെ ഇത് വേണം പിടിക്കട്ടെ. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ കറക്കി വെക്കുന്ന രീതി വെക്കുക. എന്നിട്ട് ഇവിടത്തത് പൊളിച്ചളയാൻ ഓർക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ ആളെ കൊണ്ടുവരിക. നമ്മുടെ മൈൻ കാർട്ട് എടുക്കുക, മൈൻ കാർട്ടിനകത്ത് ആളെ കൊണ്ടുവരിക. അവിടെ ഒരു പാളുണ്ടോ എന്ന് നോക്കട്ടെ. ഞാൻ കൊണ്ടുവരാത്തൊരു 3 പേര് ചെറുതായിരുന്നു മരിച്ചുപോയി. നമ്മൾ ഇച്ചിരിയും കൂടെ ഞാൻ പറഞ്ഞില്ല, ഈ ബ്രീഡിംഗ് ഫാം നമ്മൾ ഇച്ചിരി ഇതാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ഫുഡ് പിന്നെ അമ്മമാർക്ക് കൊടുത്തിട്ടേ ഇല്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അമ്മ ഒരു 10 എണ്ണത്തിനും കൂടെ വേഗം തന്നെ ബ്രീഡാക്കി തരും.
നമ്മൾ പിന്നെ ഫുഡ് കൊടുക്കണം. നമുക്ക് പിന്നെ ആവശ്യം വരുന്നതായിട്ട് ഇനിയിപ്പം അമ്മമാർ ആവശ്യമുണ്ട്. നമ്മളൊരു വില്ലേജ് നമുക്ക് തിരിച്ച് പണിയണം. മാറാം കേട്ടോ, മാറോ ഒരുത്തങ്ങനെ മതി ബാബാ. അവനെ പുഷ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഇടുവാണ്. അവൻ അപ്പുറം എത്തുമ്പോഴേ നമ്മൾ അവിടെ എത്തും. സ്പീഡിലെ പോണ അയ്യാ ഇല്ല പോട്ടെ. ആ പോട്ടെ 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 പോട്ടെ. ഇത് ഇവിടെ എന്താ എൻജോയ്മെന്റ് അവന്. ഓക്കെ, നമ്മൾ അവൻ അവിടെ കറങ്ങി എത്തുമ്പോഴേക്കും നമ്മൾ ഇവിടെ എത്തും. പക്ഷെ നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. ഇവിടെ എത്തിയിട്ട് നമ്മൾ ഇവിടെ നിങ്ങളൊന്ന് ബ്രേക്ക് പിടിച്ച് നിൽക്കുക. കാരണം അവനെ ഇവനകത്ത് കയറിയപ്പോൾ ചിലപ്പോൾ അവനകത്ത് കയറി ഇതിനകത്തൊന്ന് അവൻ്റെ തലയിനകത്ത് ഇരുന്ന് അവൻ പയ്യെ ചെറുതായിരുന്നു മരിച്ചവൻ ചാൻസ് ഉണ്ട്. എനിക്ക് 2 ദിവസം അബദ്ധം പറ്റി. സോ ഇവനിങ്ങനെ പയ്യെ അകത്ത് കയറിയിട്ട് ഉറപ്പ് വരുത്തുക. എന്നിട്ട് പയ്യെ തള്ളി 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 കൊടുക്കുക. അങ്ങനെ കറങ്ങി ഇതിനാ മുകളിൽ നിന്ന് ഇറങ്ങി ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ ഇതിനകത്തേക്ക് കയറി പോയിട്ട് ഉറപ്പ് വരുത്തുക. ഓക്കെ, എന്നിട്ട് പൊളിച്ച് കളയാം. ഇത് ഇച്ചിരി കൊണ്ടുപോകണ്ടേ, ഇത്രയും മതി. ഇനി നമുക്ക് നമ്മുടെ ട്രാപ്പ് ഡോർ ഇവിടെ ഇങ്ങനെ വെച്ച് ലോക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അത് പിസ്റ്റൺ ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിസ്റ്റണിനകത്തുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് എടുത്ത് പൊട്ടിച്ചളയാം. പക്ഷെ പൊട്ടിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗത്തെ നമ്മുടെ തലയൊന്ന് ഇവൻ്റെ അടച്ചു കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കവറപ്പ് ചെയ്ത് കൊടുക്കുക. എന്നാലും പുറത്ത് ചാടാൻ പോകത്തുള്ളൂ. ഇങ്ങനെ കവറപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവൻ പൊങ്ങും. അവനെ പൊക്കി കൊടുക്കുക. അവൻ ജോബ് എടുത്തു. സിമ്പിൾ. എന്നിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അവനിപ്പോൾ അതിനകത്ത് ഇരിക്കുന്ന കാരണമാണ് നമ്മൾ നൈസായിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്തിട്ട് അവൻ ജോബ് എടുന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ജസ്റ്റ് താഴത്തേക്ക് ആക്കുക. അവൻ അവിടെ ഇരിക്കും. നമ്മൾ എന്നിട്ട് അവൻ്റെ മൈൻഡ് കാർഡ് അങ്ങോട്ട് പിടിച്ചെടുക്കുക. അവൻ അവിടെ നിന്നോളും. അവനപ്പം ഇതാകുമ്പോൾ അവൻ പുറത്തേക്ക് അടച്ചില്ല. അവനിപ്പോൾ അതിനകത്ത് നിൽക്കുമല്ലേ. അവൻ ജോബ് എടുത്തു. ഓക്കെ, എന്തേ ഇവിടെ ഇപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ മോങ്ങി ഇവിടെ വരും. പക്ഷെ ഇതിനെ കൊണ്ട് ഇവൻ പുറത്തിയാടും. ഇവൻ പുറത്തിയാടിലേക്ക് നമുക്ക് അടുത്ത പണിയാണ്. അതായത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരെണ്ണം വെച്ച് കൊടുക്കും. ഇവിടെ ഒരെണ്ണം വെച്ച് കൊടുക്കും. ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ ഒരു സാധനം കാണിച്ചു തരാൻ മറന്നുപോയി. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സാധനം കൂടെ വെക്കേണ്ടായിരുന്നു. അതെനിക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതുപോലെ. അത് വെക്കാൻ മറന്നുപോയി ഞാൻ. അത് വെക്കേണ്ടതാണ്. കാരണം അത് വച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പൊട്ടിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം നമുക്ക് ആവശ്യമില്ല എന്ന് പറയാം. പക്ഷെ വെച്ചാൽ ഇരിക്കും, ഇതിരിക്കും. മുകളിലേക്കാണ് അറിയത്തുള്ളല്ലോ. അതെപ്പോഴും മുകളിലേക്കാണ് അറിയത്തുള്ളൂ. എപ്പോഴും പിന്നെ മുകളിലേക്ക് അടയുന്ന രീതിയിൽ മറ്റേനകത്ത് വയ്ക്കാം. അത് ഇരിക്കുമോ നോക്കണ്ട, എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ അല്ല വരേണ്ടത്. ഞാൻ ഇങ്ങനെയൊക്കെയല്ല ഉദ്ദേശിച്ചത്. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആകുമ്പോൾ പോകും. പക്ഷെ ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. തൽക്കാലത്തേക്ക് ഇവൻ അനങ്ങാൻ പാടില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതല്ലെങ്കിൽ വേറെ ഇവനെ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് ചോദിച്ചാൽ മതി. ഇങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ മുകളിൽ അകത്ത് കയറിയിട്ടാണ് വെക്കേണ്ടത്. അതായത് ഇതിന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട എന്തായിരുന്നു വെച്ചാൽ ഇങ്ങനെയായിരുന്നു. ഓക്കെ, അതുണ്ട്. അത് കയറട്ടെ, നോക്കട്ടെ. അയ്യോ, ഇഷ്ടമൊന്ന് ബുക്ക് കേൾക്കട്ടെ. എന്നാലും എനിക്ക് മുകളിൽ കയറി ചെയ്യാൻ പറ്റുള്ളൂ. ഇഷ്ടം പൊങ്ങി ഇവിടെ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ അവൻ ഇവിടെ ഇങ്ങനെ നടക്കും. അതാകുമ്പം ആള് ഇൻ കേസ് നമുക്ക് ഇപ്പൊ നമുക്ക് പൊട്ടിച്ച് ഇത് മാറ്റണമെങ്കിൽ ഇപ്പം ഇതല്ല വേറെ എന്തെങ്കിലും വെക്കണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ പൊട്ടിച്ച് കളഞ്ഞിട്ടാ അവൻ പോകത്തില്ല. കാരണം അവനോട് അനങ്ങാൻ പറ്റില്ല, ബാക്കിലേക്കും പോകാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു ലോക്കുള്ള ആളാൻ പോകത്തില്ല. ഓക്കെ, അപ്പൊ അതിനാണ് അങ്ങനത്തെ ഒരു സാധനം വെക്കേണ്ടത്. ഞാൻ ഇവിടെ വെക്കാൻ മറന്നുപോയി. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ഇനിയിപ്പോൾ ആവശ്യമില്ല. എനിക്കിപ്പോൾ ഓൾറെഡി കുറച്ച് പേര് അവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ചെയ്യുന്നത് ഇവിടെയും കൂടെ ആളെ കൊണ്ടുവന്നിട്ട് പയ്യെ നമ്മുടെ വീഡിയോ വെക്കാം. ഞാൻ കുറച്ച് എക്സോസ്റ്റഡ് ആണ്. കാരണം ഞാൻ ഇത്രയും നേരം ഇരുന്ന് പണിയായിരുന്നു. പക്ഷേ ഈ പ്രശ്നം ഞാൻ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നമുക്ക് മൈൻ കാർഡ് നമ്മളല്ലോ അടുത്തതിനും കൂടും ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറ്റിക്കട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ പോയി അവസാനിപ്പിക്കാം. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ്, സോറി ഫോർ ദാറ്റ്. പക്ഷെ ഞാൻ വീണ്ടും അത് ചെയ്ത് കാണിച്ചതിനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ആൻഡ് അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് ഇടുന്ന അറിയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കരക്കമ്പ ഞാൻ കേട്ടു. അതിന് വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ അയച്ചാൽ മതി. ഇപ്പോഴത്തെ ഗെയിമർ എന്നാണ് ആ പേജിൻ്റെ പേര്. നിങ്ങൾ ഫോളോ കിക്ക് പേസ് ആയിട്ട് കാണിക്കുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ചാനലിൽ ഇൻഫോ എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ ബയോയ്ക്കകത്ത് ഉണ്ടാകും. ഒരുത്തം കയറായിരിക്കും. പക്ഷെ അവനോട് കയറാനും പോയി പറ്റില്ല. അവനപ്പം അപ്പുറത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ഇവിടെ ചാടെത്തും. അവനവിടെ എത്തുന്ന സമയം കൊണ്ട് നമ്മൾ ഇവിടെ എത്തണം കേസ്. അതാണ് നമ്മുടെ ഒരു കയറും. അതാണ് നമ്മളൊരു കഴിവ്.
ഓക്കെ, അപ്പം ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫോളോ ചെയ്യുക. നമ്മൾ ഇപ്പം ഇത് ഗെയിമർ നമ്മുടെ ഇതിൻ്റെ പേര്. ഞാൻ അത്രയ്ക്ക് ആക്റ്റീവ് അല്ല ഇതിനകത്ത്, പക്ഷേ ഇനി തൊട്ട് ആക്റ്റീവ് ആയിരിക്കും. അക്കൗണ്ട് എന്തൊക്കെയോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാനില്ലാതെ പലരും കയറി അതിനകത്ത് കുറേ സാധനം ഇടുന്നുണ്ടായിരുന്നു. അയ്യോ, അവനെ വരില്ല, നീ വരരുത് അവിടേക്ക്. ചെറിയൊരു കുഴപ്പം പറ്റി. നമ്മുടെ ഇവിടെ ചെറിയൊരു കുറച്ച് പണിയാണ്ടായിരുന്നു. ഒന്ന് ഡൗൺ ചെയ്തിട്ടേ, നമുക്ക് ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഇങ്ങനെ ആക്കി വെക്കരുത്. അപ്പൊ അകത്തേക്ക് കയറാനായിട്ട് അവന് ഇച്ചിരി സ്പീഡ് കൂടും. അപ്പൊ നമ്മൾ കുറച്ച് ബാക്കിലേക്ക് പോയിട്ട് ഇവിടെ കുടി പോട്ടെ. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പൊട്ടിച്ചോളാൻ മറക്കരുത്. എന്നിട്ടാണ് തള്ളി ഇങ്ങോട്ടേക്ക് ഇട്ടേക്കുക. അത് തിരിച്ചു പോകണം. ഇവിടെ നിന്ന് ജോബ് എടുക്കല്ലേ പ്ലീസ്. പോട്ടെ. ഓക്കെ, നമ്മളിവിടെ നിന്ന് ഹോൾഡ് അടിച്ചേക്കുക. ഷിഫ്റ്റ് ഗ്രാബ് ചെയ്തേക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ നിൽക്കും. ഈ ഒരു സ്ഥലത്ത് എക്സാക്ട് സ്ഥലത്താണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ റൺ ചെയ്യാൻ പറ്റും. കണ്ട, അവനിപ്പോൾ ഇതിനകത്ത് കയറാത്ത രീതി തന്നെ ഇരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക. അതിനകത്ത് പയ്യെ തള്ളി കയറ്റുക. അവൻ അവിടെ ഇരിക്കട്ടെ. എക്സാക്റ്റ് ആയിട്ട് അവൻ കയറി കഴിഞ്ഞ് ഉറപ്പ് വരുത്തി കഴിഞ്ഞ് ഓക്കെ, ഇത് പിടിച്ചളയുക. അടുത്ത ഒരെണ്ണം വെച്ച് ഇങ്ങനെ അടച്ചു കൊടുക്കുക. ബാക്കിയൊക്കെ പിടിച്ചളയാം. എന്നിട്ട് ഇതിന്റെ മുകളിലൊന്നും വെച്ച് അടയ്ക്കുക. ഇനി അവനെ ജസ്റ്റ് ഒന്ന് പൊക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ട് വരുമ്പോഴേക്കും അവൻ ജോബ് എടുക്കും. ഇത്രയുള്ള പരിപാടി എളുപ്പമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള വെച്ചാൽ പിസ്റ്റൺ നിങ്ങൾക്ക് എന്തോരം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത്രയുള്ള പിസ്റ്റണും വേണം, അത്ര റെഡ് സ്റ്റോൺ വേണം, അത്ര ലിവറും വേണം, പിന്നെ അത്രക്കുള്ള വില്ലേജറും വേണം. ഇപ്പൊ ഒരു 5 ഉണ്ടാക്കുന്നത് 5 പിസ്റ്റൺ, 5 ലിവർ, 5 റെഡ് സ്റ്റോൺ. ഇത് മതി. ഇപ്പൊ അവൻ ജോബ് എടുത്തില്ലേ? ഞാൻ പൊങ്ങിയില്ലേ? കാത്തി കൊടുത്തു. അവനവിടെ മൈൻകാർട്ടുണ്ട്. വെറുതെ അല്ല അവനവിടെ കിടക്കുന്നു. മൈൻകാർട്ട് ഞാൻ പൊളിച്ചില്ലേ? അപ്പൊ എന്താ പ്രശ്നമില്ലേ? അടച്ചിട്ട് മൈൻകാർട്ട് കാണുന്ന രീതി എത്ര പിടിച്ചാ പോരെ? ചാടി പോകത്തില്ലല്ലോ എന്തായാലും. അല്ല, സിമ്പിൾ. ഇനി ജസ്റ്റ് ഒന്ന് ഇത് കൊടുത്തു കഴിയുമ്പോൾ പൊങ്ങി ഇവിടെ അപ്പൊ ശരിയാണ്. അപ്പൊ അവൻ ആയിക്കോളും. അവൻ അങ്ങനെ ആയിക്കോളും. ആൻഡ് നമ്മള് അതുപോലത്തെ ഒരു യു ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. ഞാൻ ഈ ഒരു ഷേപ്പ് കാണിക്കാൻ വേണ്ടിയാണ് യു ഷേപ്പ് തന്നെ ഉണ്ടാക്കിയത്. ഞാൻ പക്ഷെ ഇച്ചിരി ഡിസൈന് വേണ്ടി ഇങ്ങനെ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയത്. പക്ഷെ കൊള്ളൂലാന്ന് തോന്നുന്നു. ആൻഡ് ഇതിനകത്ത് ഞാൻ ഇടയ്ക്ക് കയറ്റിക്കൊണ്ടിരുന്നപ്പോൾ കുറെ പേര് മരിച്ചുപോയി. ഞാൻ ഇവിടെ തന്നെ കയറിയപ്പം അവൻ ഇതിനകത്ത് കയറി ഒന്ന് മരിച്ചു. ഇവിടെ തന്നെ കയറിയപ്പം ഇവിടെ കയറുന്ന മരിച്ചു. ആൻഡ് ഇൻ കേസ് നിങ്ങളൊരു യു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ കണക്ഷൻ കൊടുക്കുവാണെങ്കിൽ ഇത് കൊടുക്കുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് കണക്കാണ്. അതായത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ ഇവരെ ഇങ്ങോട്ടേ വരത്തുള്ളൂ. അപ്പം അത് ശ്രദ്ധിച്ചാണ് നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ എനിക്കറിയാം ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റും. പക്ഷെ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് വിശ്വാസം. എന്താ ഇവനൊന്നും എടുക്കൂലേ? എടുക്കും. എമറാൾഡ് കൊടുത്താൽ അവർ സ്റ്റോൺ തരാം. അതിൻ്റെ ഞാൻ ഉണ്ടാക്കിക്കോളാം. ഓക്കെ, അവൻ ജോലി കിട്ടും. ഇപ്പം ഞാൻ ജോലി എടുത്തു. 22 എടുത്ത് കൊടുത്താൽ നമുക്ക് എമറാൾഡ് കിട്ടും. അതായത് 2 കിട്ടും. വീട്ടിൽ നമ്മളെ ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് കുറച്ച് XP ഇവിടെ കിട്ടാറുണ്ട്. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയ കേസ് നമ്മൾ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു നടക്കാനുള്ള സ്പേസ് ഉണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് ഒരു സോംബിനെ എടുത്ത് ഇടുമ്പം അവൻ ഇതിനെ കൂടെ പുറത്തേക്ക് ഇടാൻ പറ്റില്ല. അതുപോലെ ഈ ഒരു സാധനം ഉള്ള കാരണം അവന് സൺബേൺ ആകത്തില്ല. ആൻഡ് നമ്മൾ ഇതിപ്പം കുറച്ച് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ സാധനമില്ല, അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇവന്മാർക്ക് ഇപ്പം നമുക്ക് അതിന് വേണ്ടതെന്ന് വെച്ചാൽ 2 സാധനങ്ങൾ മതിയായിരുന്നു. ഒരു പോഷനും പിന്നെ ഒരു പോർഷൻ ഓഫ് വീക്ക്നെസ്സും പിന്നെ ഒരു ഗോൾഡൻ ആപ്പിളും വേണമായിരുന്നു. എൻ്റെ അത് എടുക്കാൻ ഇല്ലായിരുന്നു. ഗോൾഡൻ ആപ്പിൾ ഉണ്ടെന്ന് നമുക്ക് ഇപ്പോഴും ഉണ്ടാക്കാം. പോർഷൻ ഓഫ് വീക്ക്നെസ്സിന് നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടത് മറ്റേ ബോട്ടിൽ വേണം, അതുപോലെ മഷ്റൂം വേണം, പിന്നെന്തുവായിരുന്നു വേണ്ട, അങ്ങനെ കുറച്ച് എന്തൊക്കെ സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പം അത് കാരണമാണ്. പിന്നെ സ്പൈഡറൊക്കെ വേണമായിരുന്നു. അത് കാരണം അതൊന്നും ഇല്ലാത്ത കാരണമാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത്. സ്പൈഡർ അല്ലത് എൻഡ്രോയിഡ് സ്പൈഡർ അങ്ങനത്തെ അയ്യൻ്റെ സ്പൈഡറയോ അങ്ങനത്തെ ഒരു സാധനം കൂടെ വേണം. അപ്പം അത് കാരണമാണ് ഇങ്ങനത്തെ ഒരു സംഭവം സെറ്റ് ചെയ്തത്. ഇൻ കേസ് ഭാവിയിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ ഇച്ചിരി കൂടെ എഫിഷ്യൻ്റ് ആയിട്ട്. അതായത് ഇവിടെ നടക്കുന്ന വെച്ചാൽ നമ്മൾ അവന്മാരെ ഈ സോംബിയുടെ എടുക്കുക ഇങ്ങനെ ഇപ്പം ഈ ദിവസം താഴ്ത്തി കൊടുത്തു കഴിയുമ്പം ഈ സോംബി ഇവനെ വന്ന് അറ്റാക്ക് ചെയ്യും. സോംബി അറ്റാക്ക് ചെയ്യുമ്പം ഇവൻ സോംബി വില്ലേജറാവും. എന്നിട്ട് ഇവനെ നമ്മൾ ക്യൂർ ചെയ്യും. അതാണ് പോർഷൻ ഓഫ് വീക്ക്നെസ് ഇട്ട് ഗോൾഡൻ ആപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ക്യൂർ ആവും.
അങ്ങനെ ആകുമ്പോൾ ഇവന് നമ്മളോട് നന്ദിയുള്ള കാരണം, അതായത് നമ്മൾ അവനെ രക്ഷിച്ചത്. അപ്പൊ അത് കാരണം അവൻ നമുക്ക് വേണ്ടി അവന്റെ സാധനങ്ങളിലൊക്കെ ലിസ്റ്റ് മാറ്റും. ഐറ്റം അതിനാന്ന് ഉറക്കായിരിക്കും, പക്ഷെ സാധനങ്ങളിലൊക്കെ വില കുറയ്ക്കുക. അല്ലെങ്കിൽ നമുക്കിപ്പം ഒരു സ്റ്റാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പകുതി സ്റ്റാക്കോ അങ്ങനെ അല്ലെങ്കിൽ 10 എണ്ണം ഒക്കെ ആയിട്ട് മാറി വരും. അങ്ങനത്തെ ഒരു സംഭവത്തിന് വേണ്ടിയാണ് ഈ ഒരു സോംബിയുടെ ഐറ്റം വരുന്നത്. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതായാലും മതി. ദിസ് ഇസ് ബെറ്റർ. വലിയ പ്രശ്നമൊന്നുമില്ല. അതിനകത്ത് നിങ്ങൾക്ക് സാധനങ്ങൾ ഇവന്റെ ലെവൽ ഓരോരുത്തർ കൂടുന്ന വിധം മാറി മാറി വരും. ഇല്ല, 2 എണ്ണമുള്ളൂ. പേപ്പർ മാപ്പ് എടുക്കാൻ പറ്റില്ല. ഇവന് എന്തെങ്കിലും പറ്റുമോ? 14. സൂപ്പർ, ഒരു കോളേ ഉള്ളൂ. ഇതിന്റെ ആവശ്യം എന്തോ റെച്ചോന്നു. ഇവനെന്തേലും 10 ബ്രിക്ക് അതാണ് ഉണ്ടാക്കിയേക്കാം. നമ്മൾ യൂസ് ചെയ്യാൻ സാധനം ബ്രിക്ക്. നമുക്ക് ബ്രിക്ക് കിട്ടി. ഇത് ബ്രിക്കിന്റെ എങ്ങനെയാണ് വരുന്നത്? ബ്രിക്ക് ഇവിടെ ഞാൻ ബ്രിക്ക് വെച്ച് യൂസ് ചെയ്യില്ല. ബ്രിക്ക് വെച്ച് ബ്ലോക്ക് ഓഫ് ബ്രിക്ക് വെച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ നാളെ വെച്ച്. അതാണ് അതിന്റെ കണക്കെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ അയണിങ് കെട്ട് വെച്ച് മറ്റേ ബ്ലോക്ക് ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കണം. നോക്കട്ടെ. അതന്നെ 5 എണ്ണം വെച്ച് 5 എണ്ണം കൊള്ളാം. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്ന കാര്യമൊന്നുമില്ലായിരുന്നു, എന്നാലും ഇരിക്കട്ടെ. ഓക്കെ, അപ്പം ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല, ചെറിയൊരു അബദ്ധം എൻ്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്കാണ്. പക്ഷെ ഞാൻ എന്നാലും നിങ്ങളെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇവിടെ എന്താണോ ചെയ്തത്, ഇവിടെ ഈ ഒരൊറ്റ ഒരെണ്ണത്തിന് ചെയ്തതാണ്. ഈ ഒരൊറ്റ ഒരെണ്ണം നിങ്ങൾ നോക്കിച്ചാൽ മതി. ഇതൊറ്റ ഒരെണ്ണം ചെയ്ത് തന്നെ ലൂപ്പായിട്ട് ഞാൻ യു ഷേപ്പിൽ ചെയ്തതേ ഉള്ളൂ. വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഈ ഒരു സാധനത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ മാറ്റി വെച്ചതേ ഉള്ളൂ. എന്നിട്ട് ഇതിനകത്ത് പിന്നെ ഞാൻ കുറച്ച് ടോർച്ച് വെച്ചു, പിന്നെ ആൾക്കാരെ കൂടുതൽ വെച്ചു. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നതായിട്ട് വെച്ചാൽ ഇതിന് വരുന്ന കാർട്ടോഗ്രാഫി ടേബിളും, പിന്നെ ഗ്രൈൻഡ് സ്റ്റോണ്, പിന്നെ ബ്രൂയിങ് സ്റ്റാൻഡ്, സ്റ്റോൺ കട്ടർ, ബ്ലാസ്റ്റ് ഫർണസ് എന്തുവാ സ്മെൽറ്റിങ്. ഓക്കെ, പിന്നെ ഇവിടെ എന്തോ ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വരുന്നത്. ഇത് മറ്റേ സാധനമല്ലായിരുന്നാ? സ്മിത്തിങ് ടേബിൾ തോന്നല്ലേ? ഇത് സ്മിത്തിങ് ടേബിൾ ആണ്. ഇത് ലെക്ടേണ്, കമ്പോസ്റ്റർ. പിന്നെ വീണ്ടും അത് റിപ്പീറ്റ് ആയിട്ട് കാർട്ടലോഗ്, ഗ്രൈൻഡ് സ്റ്റോണ്, ബ്രൂയിങ് സ്റ്റാൻഡ്, സ്റ്റോൺ കട്ടർ, ബ്ലാസ്റ്റ് ഫർണസ്. ബാക്കി വരുന്ന 2 സാധനങ്ങൾ ഞാൻ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും എനിക്കതൊരു ലാഭമായി തുടങ്ങി. ഇവിടെ ഞാൻ ആൾക്കാരെ കയറ്റിയിട്ടില്ല, അതിനകത്ത് എനിക്ക് ആൾക്കാരെ കയറ്റാൻ പറ്റിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ വിളിക്കുക. അതുപോലെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇപ്പം ഇത് ഗെയിമർ എന്ന് അടിച്ചു നോക്കിയ സാധനം കിട്ടുന്നതാണ്. പക്ഷേ ഞാൻ വേണമെങ്കിൽ എൻ്റെ ലിങ്ക് ഇതൊക്കെ ഞാനിപ്പം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ബയോയിൽ കയറി ബയോയിലല്ലോ ചാനലിൽ പോയി കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഇത് കാണാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നോക്കിയാലും മനസ്സിലാവും നിങ്ങൾക്ക് എവിടെയാണ് എൻ്റെ ചാനലിൻ്റെ പേരും, ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ്. അപ്പം അത്രേ ഉള്ളൂ. വിതൗട്ട് ബീയിങ് സെഡ്, ഇപ്പോഴത്തേക്ക് അതിനു മുമ്പ് എനിക്ക് ഞാൻ പറഞ്ഞില്ല, കുറച്ചാളെനിക്ക് ഇച്ചിരി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഏതാണ്ടൊന്ന് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് ഒതുക്കി. ഇനി അങ്ങനെ പ്രശ്നങ്ങളായിട്ടൊന്നും എൻ്റെ ജീവിതത്തിൽ വരാനൊന്നുമില്ല. അപ്പം അതൊക്കെ എനിക്ക് ഇന്നലെ കൊണ്ട് തന്നെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റി ഞാൻ. അത് കാരണം ഇനി തൊട്ട് ഞാനിപ്പോൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത മാസം തൊട്ട് ഒക്ടോബർ, നവംബർ അല്ലെങ്കിൽ ജനുവരി തൊട്ടെന്ന് ഞാൻ അന്ന് വിചാരിച്ചത്. പക്ഷെ ഒക്ടോബർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാന്നാണ് ഇപ്പം വിചാരിക്കുന്നത്. ഒക്ടോബർ തൊട്ട് നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പോവാണ്. പക്ഷേ എനിക്ക് ഏതൊക്കെ നിങ്ങളുടെ ആപ്പാണ് നിങ്ങൾ എല്ലാവരും കാണുന്ന മൈൻക്രാഫ്റ്റ് മാത്രമാണ്. ഞാൻ കുറേ ഗെയിംസ് ഇടാറുണ്ട്. അതായത് നിങ്ങൾക്ക് ട്രെയിനിൻ്റെ ഒരു ഗെയിം ഇട്ടിട്ടുണ്ട്, ട്രെയിൻ സിം വേൾഡ് എന്ന്. അത് ഞാൻ ഈ ആഴ്ച തുടങ്ങിയാണ്. ഈ ആഴ്ച തുടങ്ങിയല്ല, ജസ്റ്റ് ഈ മന്ത് 2 എണ്ണം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കളിക്കുന്നൊരു ഗെയിമാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ടുഗദർ എന്നൊരു ഗെയിം. അത് കൂട്ടുകാർക്കൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെയും കൂടെ വീഡിയോസ് വേണമെങ്കിൽ നമ്മളതും കൂടെ കൂടുന്നതായിരിക്കും. ഞാൻ കൂട്ടുകാരൊക്കെ വിളിച്ച് കയറ്റി കളിപ്പിക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഫ്രീ ടൈം ഇപ്പം അതൊക്കെ ഫ്രീ ആണെന്ന് തോന്നുന്നു. എപ്പിക് ഗെയിംസിനൊക്കെ അതൊക്കെ ഫ്രീ അല്ല, സ്റ്റീമിനകത്ത് ഫ്രീ ആയിരുന്നു. ഞാൻ സ്റ്റീമിനകത്താണ് അത് മേടിച്ചത്. ഇപ്പം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഞാനായിട്ട് പൈസ കൊടുത്താണ് അവന്മാരെ കൊണ്ട് കളിപ്പിച്ചോളാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് പറയുക. നമ്മളത് മേടിച്ച് ഒരു ഇതായിട്ട് കളിക്കുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോ എൻഡിങ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വീഡിയോ ഏതൊക്കെയാണ്. ട്രെയിൻ സിംബോളിൻ്റെ വീഡിയോയും പിന്നെ സൂപ്പർ മാർക്കറ്റ് ഗദറിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പം അത് കാണുക. അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ഒക്ടോബർ തൊട്ട് ഞാൻ അങ്ങനെ ഒരു 2 ദിവസം ഒരു ദിവസം വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഒരു ദിവസം ഷോർട്സും ഒരു ദിവസം വീഡിയോ ആയിട്ട് ഇടാന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അതുപോലെ ലൈവിൻ്റെ കേസ് കുറേ പേരോട് ചോദിച്ചു. ആൻഡ് നിങ്ങൾക്കൊക്കെ നമ്മളൊക്കെ ഈ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നതിന് പകരം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഒന്ന് ഇതാക്കി വെച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കുറച്ചും കൂടെ എൻഗേജ് ആക്കി വെക്കുക, അത് ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും. ലൈവ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ചെയ്താൽ മതി. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ചെയ്താൽ മതി എന്ന് ഞാൻ വിചാരിച്ചാണ് അങ്ങനെ ഇരിക്കുന്നത്.
ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞ് ഒരു ജനുവരി ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നെങ്കിൽ 500 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ജനുവരി, ഇതിലുള്ള ഒന്ന് നടന്നാലേ സെറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ടൊക്കെ ഞാൻ എല്ലാം സെറ്റാക്കി വെക്കാം. ഞാൻ ഇന്ന് എല്ലാത്തിനും ഞാനിപ്പം ഇപ്പം സമയത്ത് ഞാൻ GTA 5 വരെ അൺഇൻസ്റ്റാൾ ചെയ്തു, കാരണം എൻ്റെ സ്റ്റോറേജ് ഇല്ലാത്ത കാരണം. അപ്പം എൻ്റെ എക്സാംസും അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഞാൻ വീണ്ടും GTA 5 ഇൻസ്റ്റാൾ ചെയ്യും. എൻ്റെ ഇപ്പോൾ കിടക്കുന്ന കുറച്ച് ഫയൽസ് ഉണ്ട്, കളയാൻ പറ്റാത്ത രീതിയിലുള്ള ഫയൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കളയാൻ പറ്റുന്ന സമയമൊക്കെ ആകുമ്പോൾ ഞാൻ കളഞ്ഞിട്ട് എല്ലാം സെറ്റാക്കി വെക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ, ഇത്രയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ. അപ്പം വീഡിയോ കാണാത്തവർ പോയി കാണുക, ഇപ്പം നിങ്ങൾക്ക് സൈഡിൽ കാണുന്നതായിരിക്കും. With that being said, Ipitha Gamer, signing peace and I will see you on the next video. Bye.